സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ ഇസ്രായേലിന്റെ സൈനിക മേധാവിയും മന്ത്രിമാരും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം തമ്മിൽ യോജിപ്പില്ലാത്ത വിധവും യുദ്ധത്തിന്റെ രീതി കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിരിക്കുന്ന ഒരു ഏകോപനമോ ലക്ഷ്യമോ സർക്കാരിനില്ല എന്നും സൈനിക മേധാവി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിച്ചു. ജനറൽ ഇയാർ സമീറാണ് ഈ കാര്യത്തിന് ആദ്യം തന്നെ തുടക്കം കുറിച്ചത്. സർക്കാരിന്റെ പിടിപ്പുകേടും നിലപാടില്ലായ്മയും വെറുതെ പ്രസ്താവന ഇറക്കുന്നതിനപ്പുറമായ രീതിയിൽ സൈനികർക്ക് വേണ്ട സുരക്ഷിതത്വം നൽകാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ ഇസ്രായേൽ സർക്കാർ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് ജനറൽ ഇയാർ സമീർ പറഞ്ഞു. മന്ത്രി സ്മോട്രിച്ചുമായിട്ടാണ് ആദ്യം തന്നെ ഈ വിഷയത്തിന്റെ ആരംഭം കുറിക്കപ്പെട്ടത്. പിന്നീട് സുരക്ഷാ മന്ത്രി യോഗത്തിൽ ബെൻഗീർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീറുമായി വീണ്ടും അഭിപ്രായ ഭിന്നത രൂക്ഷമായി. എന്താണ് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഹമാസുമായി ചർച്ച വേണമെന്നാണ് സൈനിക മേധാവി പറയുന്നത്. നിങ്ങൾ വേണ്ട എന്നുള്ളതും അവരെ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ ആദ്യാദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഗസക്കകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് മന്ത്രിമാർക്ക് കൃത്യമായിരിക്കുന്ന രൂപരേഖയില്ല. അവിടെ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് കീഴടക്കി അതിന്റെ മേധാവിത്വം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾക്ക് മാസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ നടക്കുമായിരുന്നു. 1.25 വർഷമായിട്ടും എന്തൊരു ആധിപത്യമാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നില്ല, നിങ്ങൾക്കും സാധിക്കുന്നില്ല. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. മന്ത്രിമാർക്ക് കൃത്യമായിരിക്കുന്ന ഒരു രൂപരേഖ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടില്ല. തീവ്രമായി ചിന്തിക്കപ്പെടുന്ന വലതുപക്ഷ സയനിസ്റ്റ് വിഭാഗങ്ങളും അതിനെ പിന്തുണക്കുന്ന മന്ത്രിമാരുമാണ് യഥാർത്ഥത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകണം, അവിടെ വീണ്ടും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, മരണം ഉണ്ടാവണം എന്ന നിലപാടൊക്കെ എത്തുന്നത്. എന്നാൽ അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യുദ്ധം ചെയ്യുന്ന നമ്മളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജനറൽ ഇയാൽ സമീറിന്റെ പരാതി. നിങ്ങളൊക്കെ സംസാരിക്കുന്ന അവർക്കെതിരെയാണ്. അതായത് ഹമാസ് അല്ലെങ്കിൽ പാലസ്തീൻ അവരില്ലാതാകുക, അവരെ ദേശത്ത് നിന്ന് തുടച്ചു നീക്കുക, ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, തടയപ്പെടുക, അങ്ങനെ അവർ ഒറ്റപ്പെടുത്തുക, അങ്ങനെ ഗതിയില്ലാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് അവർ പ്രദേശം വിട്ടുപോയിക്കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾക്കത് ബോധ്യമാവുന്നുണ്ട്. നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവിടെയുള്ള പാലസ്തീനുകളെ കുറിച്ച്. എന്നാൽ യുദ്ധം ചെയ്യുന്ന സൈനികരെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒളിപ്പോർ യുദ്ധത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതും നമ്മുടെ സൈനികർ മരണപ്പെട്ടു പോകുന്നതും മരണപ്പെട്ടു പോയിരിക്കുന്ന സൈനികരുടെ മൃതദേഹം തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കാത്തതുമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും. നമ്മുടെ എത്ര സൈനികരാണ് ആത്മഹത്യ ചെയ്തത്? എത്ര ആളാണ് മാനസിക സംഘർഷാവസ്ഥയിലുള്ളത്? എത്ര പേരാണ് പരിക്കേറ്റുകൊണ്ട് ഇസ്രായേലിലേക്ക് വന്നവർ തിരിച്ചു പോകാത്തത്? ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന പഠനം നടത്താത്തത് എന്താണ് എന്ന് ഇയാൽ സമീർ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ചില മീഡിയകളൊക്കെ പറയുന്നത്. മന്ത്രിമാർക്ക് രൂപരേഖ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. മാത്രവുമല്ല, ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കരാർ വ്യവസ്ഥയിലൂടെ അല്ലാതെ അത് നേടാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ബന്ദികളെ പൂർണ്ണമായിരിക്കും മോചനം സാധ്യമാക്കണം, അതിനുള്ള ശ്രമങ്ങൾ നടത്തണം, അവരെ കീഴടക്കണം, എന്നിട്ട് അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും, അത് ഹമാസിനെ കുറിച്ചാണ് പറയുന്നത്, സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കണം, ദേശത്ത് നിന്ന് അവരെ തുരത്തണം, അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് ലഭിക്കുകയും അവിടെ നശിപ്പിക്കുകയും വേണം. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറേ വിവരണങ്ങൾ, വിശദീകരണങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറയുന്നുണ്ട്. സാധൂകരിക്കാൻ സാധിക്കാത്തതാണ് ഇതെല്ലാം. നമ്മൾ യുദ്ധമുഖത്തായിട്ട് ഇപ്പോൾ 1.25 വർഷത്തോളമായി. എന്താണ് നേടിയത് എന്ന് ലോകം ചോദിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മറുപടി വരാൻ പോലും ഇസ്രായേൽ സാധിക്കുന്നില്ല. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്ന രാഷ്ട്രമല്ല. അവരുടെ കൈവശത്ത് യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ സൈനിക സംവിധാനങ്ങളോ ടാങ്കുകളോ അത്തരം കവചിത വാഹനങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും ഇതെല്ലാം ഉള്ള നമ്മളെ അവർ കീഴ്പ്പെടുത്തി ഭരിക്കുന്ന രീതിയിലാണ് അവർ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ നാണക്കേടാണ്. ഈ വിഷയം ഒക്കെ പറയുന്നതോട് കൂടിയിട്ടാണ് ഈ മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ട് ഈ സുരക്ഷാ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാക്വാദം അവർ തമ്മിൽ ഉണ്ടായത് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഗാസയിലേക്ക് ഭക്ഷണം അയക്കണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല എന്നൊരു അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് പറഞ്ഞു എന്ന് പറയുന്നു. അതിനെയും ഇയാൾ സമീർ ചോദ്യം ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ചില കരാർ വ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ട സൈനികരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും അങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല. സൈനികർ കൃത്യമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളും നിയമവ്യവസ്ഥയുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മരണപ്പെടുന്ന സൈനികരോട് എത്രത്തോളം ആദരവും ബഹുമാനം കാണിക്കണമെന്നും അന്താരാഷ്ട്ര വ്യവസ്ഥ നിലനിൽക്കുന്നു.
അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കൊല്ലാൻ വേണ്ടി പറ്റും. നിരപരാധികളെ കൊല്ലുക, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, രോഗികളെ കൊല്ലുക എന്ന പ്രവൃത്തികളൊക്കെ നിയമവിരുദ്ധമായിരിക്കുന്ന സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ ആശുപത്രി ആക്രമിക്കുക, മതസ്ഥാപനങ്ങൾ ആക്രമിക്കുക, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും ആളുകൾ കൂടി നിൽക്കുന്ന ഏരിയകളും ആക്രമിക്കുക എന്നത് ഒന്നും യഥാർത്ഥത്തിൽ UN സഭയുടെ യുദ്ധ നീതി വ്യവസ്ഥയുടെ ലംഘനമാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടക്കുന്നു. പല ഘട്ടങ്ങളിലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ വെടിവെച്ച് കൊല്ലുന്നത് എന്ന് ഈ മീറ്റിങ്ങിനോടനുബന്ധിച്ചുകൊണ്ട് സമീർ അത് ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ വെറുതെ കൊല്ലുന്നതൊന്നുമല്ല, അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ മേഖലയിലൊക്കെ പല ഘട്ടങ്ങളിലും ഹമാസിൻ്റെ ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾക്കത് തെളിയുന്നുണ്ട്, ബോധ്യമാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഞങ്ങൾ ബോംബിടാറുണ്ട്, ആക്രമിക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് വെറുതെ ചെയ്യുന്നതല്ല, സൂചനയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ ചെയ്യുന്നതാണ്. അങ്ങനെ അവിടെ വെച്ച് ബിൽഡിംഗ് തകർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും ചില നടപടി കാര്യങ്ങളും അതേപോലെ തന്നെ കൃത്യമായിരിക്കുന്നു ലക്ഷ്യമില്ലാത്തതും നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയാണ്. കാൻ യൂണിസിന്റെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ പരിശോധന ഫലസ്തീന് പൗരന്മാരെ വെച്ച് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ പരാജയമായിരുന്നു. കാര്യം ബങ്കറുകളിലാണ് ബന്ദികൾ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലി ബന്ദിയുടെ അഭിമുഖമായിട്ട് ഇസ്രായേലി ബന്ദിയുടെ വീഡിയോ പുറത്തൊക്കെ വന്നിരുന്നു. അയാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും അയാളുടെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടത്. അതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഇസ്രായേൽ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അവിടെ മരണത്തിലും ജീവനും ഇടയിലാണ് പല ബന്ദികളും നിലനിൽക്കുക. അതിന് പ്രധാനമായിരിക്കുന്ന കാരണം അവർ പറയുന്നത് ഭക്ഷണമില്ല, ഭക്ഷണം തടയപ്പെടുന്നു, ഗസയിലേക്ക് ഭക്ഷണം എത്തില്ല, ഗസയിലേക്ക് മരുന്നില്ല, മരുന്നും ഭക്ഷണം ഇല്ലാത്ത രീതിയിൽ ബന്ദികൾക്ക് ഇവർക്ക് മരുന്നും ഭക്ഷണം കൊടുക്കണ്ടേ? അതിന് സംവിധാനം ഒരുക്കേണ്ടത് ഇസ്രായേൽ സർക്കാരല്ലേ? അതില്ലാതിരിക്കുന്ന സമയത്ത് അവരുടെ ബന്ദികൾ തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആരോപിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യം സങ്കീർണമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇതെങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നത സൈനികരും സർക്കാരിനും ഇടയിൽ നിലനിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സൈനികരുടെ സുരക്ഷത ഉറപ്പുവരുത്തേണ്ട സൈനിക മേധാവി എന്ന നിലക്ക് തൻ്റെ ബാധ്യതയാണ് എന്ന് ഇയാൾ സമീർ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാതെ അവിടുന്ന് പിന്മാറുകയോ അതല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉയപ്പിക്കളിക്കുന്ന രീതികളോ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഈ സൈനിക മേധാവിക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി നൽകിയത് എന്നും പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് തലത്തിലൂടെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യണം, അവിടെ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടണം, ഹമാസിന്റെ ആളുകൾ പിടികൂടണം, ആയുധങ്ങൾ പിടിച്ചെടുക്കണം, ഗസയുടെ ഭരണം മറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ അവിടെ സൈനിക സംവിധാനത്തോടു കൂടി ഇസ്രായേൽ തന്നെ നേരിട്ട് ഭരണം നടത്തണം, അതുമല്ലെങ്കിൽ അമേരിക്ക അത് ഏറ്റെടുക്കണം. ഇങ്ങനെയൊക്കെയാണ് അവർ പോകുന്നത്. ഇതിൽ പല കാര്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമാണ്, ഒരിക്കലും ലക്ഷ്യം കാണാത്തതാണ് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുകൂടി സൈനിക മേധാവി പറഞ്ഞിരിക്കുന്ന വിവരവും കൂടിയാണ് ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നത്.